ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു കുട്ടി ക്ലീനിങ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഓണത്തിൻ്റെ ക്ലീനിങ് ആണ്. എല്ലാവരും വീട്ടിലും ഓണത്തിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഇത് അപ്ലോഡ് ആകുമ്പം ഓണത്തിൻ്റെ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ തലേന്നൊക്കെ ആവുള്ളൂ. ഓണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ ആ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. എല്ലാം തട്ടിക്കൊട്ടി വൃത്തിയാക്കി നമ്മളെ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റലും പരിപാടികളൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വെള്ളപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളപ്പത്തിലേക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അപാര പണിയാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളിലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ അയല തേങ്ങ അരച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളപ്പത്തിലേക്ക് അത് മതി. പിന്നെ ഉച്ചയ്ക്കും രാത്രിയും അതന്നെ കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചോറ് പിന്നെ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ അതങ്ങനെ തീരുമാനിച്ചു. ഞാൻ സാധാരണ ചായ കുടിക്കാറില്ല കേട്ടോ. ഇന്ന് എന്താ അറിയില്ല, ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു കട്ടൻ കുടിക്കണം എന്ന് തോന്നി. ലൈറ്റ് മധുരം ഇട്ടിട്ടുള്ളൂ കേട്ടോ, അധികം മധുരമൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ. ഈ കറി മാത്രം അങ്ങനെ ഊറ്റിയെടുക്കാൻ കാരണം എന്താ പറയുക, ഉച്ചകാലത്തേക്ക് ഒരു അയലും രാത്രിയിലത്തേക്ക് ഒരു അയലും ഉണ്ട്. പിന്നെ ഉപ്പേരിയോ മീൻ വറുത്തതോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മീൻ കഷ്ണമല്ലേ അതെങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് കറി മാത്രം ഊറ്റിയെടുത്ത് കൊണ്ടുവന്നതാണ്. ചായ കുടിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം മാത്രമേ ഞാൻ പണി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളൂ. കാരണം രാവിലെ എണീറ്റപ്പം മുതൽ കുറേ പുറം പണികൾ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണത്. പിന്നെ പൂത്തറയൊക്കെ അമ്മ തേച്ച് തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല സൗകര്യമാണ്. പൂത്തറാന്ന് പേരുള്ളൂ കേട്ടോ, തറയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മുറ്റത്തെ മെറ്റലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് അവിടെ അങ്ങനെ വട്ടത്തിൽ അമ്മ ഒന്ന് ചാണകം മെഴുകി തരികയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെയാണ് പൂവിടണത്. കാരണം ഇവിടെ മൊത്തം പാറയാണ്. അപ്പോൾ എവിടെ കൊത്തിയാലും 2 കൊത്ത് കൊത്തി കഴിഞ്ഞാൽ പിന്നെന്താ പാറയാണ്. അപ്പം മണ്ണ് കിട്ടൂല, മണ്ണില്ല അവിടെ. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചുറ്റുവട്ടത്ത് കാണുന്ന മരങ്ങളൊക്കെ നിൽക്കുന്നത് കേട്ടോ. അധികം വളർച്ചയൊന്നുമില്ല, അത് അങ്ങനെ നിൽക്കുകയാണ് ഈ പാറ കാരണം. പാറ ചൂടായാൽ വേഗം ഉണങ്ങും. ചെടികളായാലും മരങ്ങളായാലും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു പ്രദേശത്ത്. പക്ഷേ വേറൊരു ഗുണം എന്താ വെച്ചാൽ നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ് കിണറുകളിലൊക്കെ ഉള്ളത്. നമുക്ക് തിളപ്പിക്കണം തന്നെ തോന്നൂല, പാറേൻ്റെ മുകളിലുള്ള വെള്ളമല്ലേ. അപ്പോൾ അത്രയും നല്ല ശുദ്ധമായ ജലമാണ് കിട്ടുന്നത്. രാമായണ മാസം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ നന്നായിട്ട് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളിവിടെ ഇല്ലാത്തതല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒരവസരം വീണ് കിട്ടുള്ളൂ. ഓണത്തിനോ വിഷുവിനോ അങ്ങനെയൊന്നും ഞങ്ങൾ നാട്ടിൽ ഉണ്ടാവാറില്ല. ചിലപ്പോൾ ഏട്ടന് ലീവ് കിട്ടാത്ത സാഹചര്യങ്ങളിലൊക്കെ അവിടെ തന്നെ ആയിരിക്കും, ഗോളിയറിൽ തന്നെ ആയിരിക്കും ഓണം വിഷു ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ കർക്കിടകത്തിന് ഇവിടെ ഉണ്ടായ സമയത്ത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര മാറാലൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ജസ്റ്റ് ഒന്ന് തട്ടുന്നതന്നെ ഉള്ളൂ. എന്നാലും ഉണ്ട് കേട്ടോ, മൂലയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൈഡാവുമല്ലോ. അപ്പം ഞാൻ 2 ദിവസം മുന്നേ തന്നെ ജനവാതിലുകളൊക്കെ 3 ബെഡ്റൂമും 1 ഹാളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ദിവസമായിട്ട് ഞാൻ ജനവാതിലുകൾ തുറന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ദിവസമായിട്ട് മാറാല തട്ടുക, പിന്നെ നന്നായിട്ട് അടിച്ചു വാരി തുടച്ച്, പിന്നെ സോഫ, കസേര, ടേബിള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കുക, വൃത്തിയാക്കുക, ബെഡ്ഷീറ്റുകൾ മാറ്റുക. ഇതൊക്കെയാണ് ലാസ്റ്റ് ദിവസത്തെ പണി എന്ന് പറയണത്. ഞാൻ കിടക്കുന്ന റൂമിലെ ബെഡ്ഷീറ്റ് പിന്നെ തിരുവോണത്തിൻ്റെ തലേന്നാണ് മാറ്റുള്ളൂ കേട്ടോ. അകത്ത് കാണുന്ന ഈ ചെടികളൊക്കെ അതൊക്കെ ഞാൻ വന്നതിൻ്റെ ശേഷം എടുത്ത് വെച്ചതാണ്. എനിക്കിങ്ങനെ കുറച്ച് ഗ്രീനറി ഒക്കെ വേണം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ട് മൈൻഡ് റീഫ്രഷ് ആവണ പോലെ തോന്നും. പക്ഷേ ഇതൊക്കെ അകത്ത് വെക്കുന്ന ചെടികൾ തന്നെയാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാനത് അടുക്കളേൻ്റെ ബാക്ക് ഭാഗത്തൊരു തിണ്ണുണ്ട്, അവിടെ വെക്കുക. പുറത്ത് മണ്ണും അങ്ങനെയൊന്നും ആവാത്ത രീതിയിൽ ആ തിണ്ണേമ്മൽ വെക്കും. പിന്നെ തിരിച്ചു വരുമ്പോൾ അകത്തേക്ക് എടുത്ത് വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. മാറാല തട്ടലും അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചെറിയൊരു വിശപ്പ് വന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് മിക്സ്ചറൊക്കെ തിന്ന് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ തിരുമ്പിയതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും വന്നിട്ട് ഈ കബോർഡിൻ്റെ ഈ തട്ടുകളുണ്ടല്ലോ സൈഡിലുള്ള അതൊക്കെ പൊടി ഉണ്ടായിരുന്നത്. പക്ഷേ അത് എത്ര തട്ടിയാലും അതിലിങ്ങനെ പൊടി വന്നുകൊണ്ടിരിക്കും. അത് എവിടുന്ന് ഇങ്ങനെ പൊടി വരണ ഈ മഴക്കാലത്തുനിന്ന് അറിയൂല. പക്ഷേ ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഞാൻ 2 റൂമത്തെയും ഈ കബോർഡിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തുടയ്ക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും. അതേപോലെ തന്നെ ടീപ്പോയി, കസേരേൻ്റെ മുകൾ ഭാഗം, ഇരിക്കുന്ന ഭാഗം മാത്രം തുടയ്ക്കും. കാരണം പൊടി എവിടുന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അറിയണില്ല. ഇത് ഞായറാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതിന് മുന്നേ എല്ലാ പണികളും തീർത്ത് വെക്കണമെന്നുണ്ട്. വർക്ക് ഏരിയ ഒന്ന് ചെറുതായിട്ട് നന്നാക്കാണ്ട്, നേരത്തെ പറഞ്ഞ പോലെ കർക്കിടകത്തിന് നന്നാക്കിയതാണെങ്കിൽ പോലും തിരുവോണത്തിന് നമ്മളൊന്ന് തട്ടിക്കൊട്ടണമല്ലോ, അതാണല്ലോ. അപ്പോൾ
തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. കാരണം ചൊവ്വാഴ്ച രാവിലെ ഏട്ടൻ 2:30-3 മണിയൊക്കെ ആകുമ്പോൾ കോഴിക്കോട് എത്തും. ഏട്ടൻ ലീവിന് വരുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനും അനിയനും കൂടെ പോകും. പിന്നെ അവിടുന്ന് കോഴിക്കോട് നിന്ന് പോവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അത്തം മുതൽ മഴ കുറവായിരുന്നു കേട്ടോ. അത്തം വെളുത്ത ഓണം കറക്കുമെന്നാണല്ലോ പറയുക. അപ്പോൾ അത്തം മുതൽ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചയ്ക്കൊന്ന് മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ മൂടി കെട്ടി നിൽക്കേണ്ട. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും വെയിലിറക്കുമായിരിക്കും, എന്താണെന്നറിയില്ല. ഓണത്തിനൊക്കെ മഴ പെയ്ത ഒരുമാതിരിയാവല്ലേ. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഞാനും അമ്മയും കൂടെ അവിടെ വീട്ടിലുള്ള എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും അനിയനും അമ്മമ്മയ്ക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ ഏട്ടൻ്റെ അമ്മയ്ക്കും അനിയൻ്റെ 2 മക്കൾക്കും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ തലേദിവസം പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ അതും നല്ലൊരു രസമാണ്. പക്ഷെ നമുക്കപ്പോൾ സാധനം വാങ്ങലും വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യലും പിന്നെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളുണ്ടാവില്ല. പൂവ് അരിയാനുണ്ടാവും, പിന്നെ ചിത്രം വരയ്ക്കാനുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളും സദ്യേൻ്റെ സാധനങ്ങളും ഒരുക്കലും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് കഴിയൂല പുറത്ത് പോയി സാധനം വാങ്ങലൊക്കെ. അപ്പം ഞങ്ങൾ നേരത്തെ അതൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിലും റൂമിലൊക്കെ ഉള്ള കർട്ടൻ ഞാൻ 2 ദിവസം മുന്നേ വെയിലുള്ള സമയം നോക്കിയിട്ട് ഞാൻ തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് തൂക്കാനുണ്ട്. അത് നല്ല മുട്ടൻ പണിയാണ്. പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റണ്ടായിരുന്നില്ല, അത്രയും പൊടി ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളിവിടെ ഇല്ലാത്തല്ലേ. ഏട്ടനാണെങ്കിൽ കർട്ടൻ അഴിച്ചു വെക്കാനും സമ്മതിക്കില്ല. അപ്പോൾ ഓണ സമയത്ത് അഴിച്ചിട്ട് അളമാരിൽ വെക്കാമെന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കില്ല. അപ്പോൾ അതങ്ങനെ തൂങ്ങി കിടക്കും. ഞങ്ങൾ പോകുമ്പോഴും ആയാലും പൊടി പിടിച്ച് പല്ലിക്കാട്ടൊക്കെ നിറഞ്ഞ് അലമ്പായിട്ട് കിടക്കും. അപ്പോൾ പിന്നെ അത് തിരുമ്പൽ നിർബന്ധമായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ടിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്ത് തൂക്കാനുണ്ട്. ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് എടുക്കുകയാണ്. എന്തായാലും മാറാലൊക്കെ തട്ടി പൊടിയായിട്ടുണ്ടാവുക. പിന്നെ ഇനി മാറ്റി വിരിക്കാനുള്ള സമയമില്ലല്ലോ, അതാ ഇവിടെ എത്തിയില്ലേ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തുടയ്ക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നേ. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം 2 മണിയായിട്ടോ. ഇനി കർട്ടനൊക്കെ അയൺ ചെയ്ത് തൂക്കുമ്പോഴേക്കും വൈകുന്നേരമാവും. അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാമല്ലോ, ഒന്ന് റെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, ചോറുണ്ടാണ്. ചോറ് തിന്ന് ഒരു 3 മണി വരെ ഞാൻ റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊബൈലിലൊക്കെ ഒന്ന് നോക്കി. പിന്നെ വീണ്ടും വൈകുന്നേരം ഞാൻ കർട്ടനൊക്കെ എടുത്തിട്ട് അയൺ ചെയ്യാൻ പോവുകയാണ്. അത് നല്ല പണിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമയം ഒരു 5:30 വരെ ഞാൻ അയൺ ചെയ്തിട്ടുണ്ട്. 4 കർട്ടനേ ഉള്ളൂ. മറ്റേ ഒരു റൂമിൽ കർട്ടനില്ല. അമ്മ കിടക്കുന്ന ആ ലാസ്റ്റുള്ള റൂമിൽ കർട്ടനില്ല. പിന്നെ നടുവിലുള്ള ഒരു റൂമിൽ മറ്റേ ബ്ലൈൻഡ്സ് പോലത്തെ എന്തോ ഒരു സാധനമാണല്ലോ, എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ജനവാതിൽ നന്നാക്കണ സമയത്ത്. പിന്നെ ഇത് തുണിയല്ലേ, ഇത് കഴുകിയെടുക്കാമല്ലോ. ഓരോ കർട്ടൻ അയൺ ചെയ്തിട്ട് ഇങ്ങനെ തൂക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ 2-3 ദിവസം മുന്നേക്കാണ് ഏട്ടൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു അയൺ ചെയ്ത് കൊടുത്താൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെറിയ ഓണത്തിനാണ് വരുന്നത്. അതായത് ബുധനാഴ്ചയല്ലേ ഓണം വരുന്നത്, ചൊവ്വാഴ്ച രാവിലെ എത്തുള്ളൂ. അപ്പോൾ പിന്നെ അന്ന് വൈകുന്നേരം കുറേ സാധനങ്ങൾ വാങ്ങാനും ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ, സദ്യവട്ടങ്ങളും പൂവ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കായിരിക്കില്ലേ. പിന്നെ വന്ന ദിവസമാകുമ്പം ചങ്ങായിമാരെയൊക്കെ ഒന്ന് കാണാൻ പോകില്ല, എല്ലാം കൂടെ ആയിട്ട് ആൾ ഫ്രീ ആവില്ല. ഇനിയിപ്പോൾ എല്ലാ പണികളും തീർത്ത് സെറ്റാക്കിയിട്ട് ഇരിക്കുക എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.